എന്തായാലും ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. SIR എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പം ഇന്നലെ അസലം പറയാണ്, മലബാറിലെ ആളുകൾ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ SIR ഇസ് നോട്ട് കണക്റ്റഡ്, പക്ഷേ ആളുകൾ പരമാവധി ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് പോകും, പൗരത്വം പോകുന്ന ഭയപ്പാട് പോലും ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു ഫാക്ടറോട് കാണുന്നതാണ്. 70+ ആയിരുന്നു പലയിടത്തും നമ്മൾ ഈ വോട്ടിന്റെ വോട്ട് ടേൺ ഔട്ട് 70 or 70 സംതിങ്. അപ്പോൾ അതിനെല്ലാം ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ആളുകൾ വളരെ പൊളിറ്റിക്കലായി വളരെ 8 മണിയായിരിക്കുന്നു നിഷാദ്, 8 മണിയായിരിക്കുന്നു. ഇനി ആദ്യ ഫലസൂചനകൾ എപ്പോൾ വരുമെന്ന് മഹേഷിന്റെ ഡെസ്കിൽ നിന്ന് എപ്പോഴാണ് ഈ ആദ്യ പ്രവർത്തിപ്പിക്കും മഹേഷ് എപ്പോഴാണ് ആ യന്ത്രം പ്രവർത്തിപ്പിച്ചു തുടങ്ങുക? നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വലിയ ഒരു പടയമായിട്ടാണ് മഹേഷ് ടോപ്പ് ഫ്ലോറിൽ വെയിറ്റ് ചെയ്യുന്നത്. വലിയ ഒരു ആൾക്കാരും സാങ്കേതിക സംവിധാനമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആദ്യത്തെ ടാലി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? വിജിൻ വായന്തോട്, തിരുവനന്തപുരത്ത്. വിജിൻ, ഈ പോളിംഗ് ബൂത്ത് സജീവമായി കഴിഞ്ഞോ? 8 മണി കഴിഞ്ഞു. പൂർണ്ണമായും സജീവമായി കഴിഞ്ഞു. ആദ്യം പോസ്റ്റൽ ബാലറ്റാണ് എണ്ണാൻ പോകുന്നത്. എന്തായാലും അത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷന്റെ ആദ്യ ട്രെൻഡ് തന്നെ പോസ്റ്റൽ ബാലറ്റിലൂടെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം കോർപ്പറേഷനിൽ എണ്ണാൻ പോകുന്നത് 77-ാം നമ്പർ വലിയതറയിലെ പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. എന്തായാലും അല്പസമയത്തിനകം 8 മണിയോടുകൂടി തന്നെ, ഇപ്പോൾ 8 മണി ആയിരിക്കുന്നു, ഈ 8 മണിക്ക് തന്നെ ഇപ്പോൾ 77-ാമത്തെ ബൂത്തിലെ പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങി എന്നുള്ള അനൗൺസ്മെന്റ് ആണ് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ത്രികോണ മത്സരം നടന്നു എന്ന പ്രതീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ അല്പസമയം കാത്തിരുന്നാൽ മതിയാകും. 8:30 നമുക്ക് ഏകദേശം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ട്രെൻഡ് തന്നെ മനസ്സിലാക്കാൻ കഴിയും. എവിടെയാണ് വിജിൻ ഈ 77? വലിയതുറയാണ് 77-ാമത്തെ ബൂത്ത്, 77ാമത്തെ വാർഡെന്ന് പറയുന്നത്. വലിയതുറയിലെ പോസ്റ്റൽ വോട്ടാണ് നിലവിൽ ഇപ്പോൾ എണ്ണി തുടങ്ങി എന്നതാണ് ഇപ്പോൾ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. എന്തായാലും വലിയതുറ 7-ാം നമ്പർ, 4 റിട്ടേണിംഗ് ഓഫീസർക്ക് കീഴിൽ ആണ് നിലവിൽ 26 വീതം വാർഡുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 26 വീതം 4 റിട്ടേണിംഗ് ഓഫീസർമാരുടെ ടേബിളുകളിലേക്കാണ് വോട്ടെണ്ണൽ നടക്കുക. അതിന് 8 മുതൽ 13 വരെയുള്ള ബൂത്തുകളാണ് ഓരോ ഈ ടേബിളിലും എണ്ണുക. അതിൽ 5 ബൂത്തുകൾ ഉള്ള വാർഡുകളുണ്ട്, അതിൽ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. 13 വരെ പോകുന്ന ഭീമാപ്പള്ളി. തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നമ്പർ ഏത് കോളത്തിൽ, ഏത് ടാലിയിൽ തെളിയുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കൂ ഈ ചിത്രത്തിലേക്ക്, ഈ സ്ക്രീനിലേക്ക്. കേരളത്തിന്റെ ആകെ ചിത്രം എന്താണ്? ആകെയുള്ള 6 കോർപ്പറേഷനിൽ ആരൊക്കെ എവിടെ ലീഡ് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റി 86 എണ്ണം ഉണ്ട്, അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ. ഗ്രാമപഞ്ചായത്തുകൾ 941 ഉണ്ട്, അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ. അവർ കേരളത്തിന്റെ മുഴുവൻ ചിത്രവും അറിയാൻ കഴിയുന്ന സ്ക്രീനിലേക്ക് നോക്കൂ. വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് കാണാം. ജില്ലാ പഞ്ചായത്തുകൾ 14 എണ്ണമുള്ളതിൽ ആരൊക്കെ എവിടെ ലീഡ് ചെയ്യുന്നു എന്നറിയാൻ കഴിയും. കോർപ്പറേഷൻ അറിയാൻ കഴിയും, ഗ്രാമപഞ്ചായത്ത് അറിയാൻ കഴിയും, മുനിസിപ്പാലിറ്റികൾ അറിയാൻ കഴിയും. അങ്ങനെ വളരെ സമഗ്രമായ ഒരു ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നു. മീഡിയ വൺഡേ സ്ക്രീനിൽ നോക്കൂ, നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവയ്ക്കാത്തവണ്ണം കേരളത്തിന്റെ പൊതുചിത്രം നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് കൊണ്ട് അറിയാൻ കഴിയും. 5 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് പിക്ചറാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന. നിങ്ങൾക്ക് തട്ടിക്കളയാൻ കഴിയാത്ത ഓഫറാണ് മുന്നോട്ട് വെക്കുന്നത്. അത്രയും 5 സെക്കൻഡ് കൊണ്ട് മുഴുവൻ വിവരങ്ങളും നിങ്ങളുടെ സ്ക്രീനിൽ ഇതാ ലഭ്യമാകുന്നു. അപ്പോൾ ആദ്യത്തെ നമ്പർ വരാൻ പോകുന്നത് എവിടെയെന്ന് ഉറ്റുനോക്കുന്നു. 941 ഗ്രാമപഞ്ചായത്തുകൾ ഒന്നിൽ നിന്നാണോ കോർപ്പറേഷനിൽ നിന്നാണോ? എന്തായാലും തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞതിന്റെ അനൗൺസ്മെന്റ് നമ്മളിവിടെ കേട്ടു. 77 ശരി. അപ്പൊ എന്തായാലും ഈ കോർപ്പറേഷനുകൾ 6 എണ്ണത്തിൽ പ്രതീക്ഷ വെക്കുന്നതും ഭൂരിപക്ഷവും പ്രതീക്ഷ LDF വെക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ എന്നതാണ് ഉറ്റുനോക്കുന്ന സംഗതി. എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിൽ, ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ മാറ്റം വല്ലതും വരാൻ പോകുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കുന്നു. അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, കണ്ണു നട്ടിരിക്കുകയാണ് ഫലം പുറത്തു വരാൻ. രാഷ്ട്രീയ ബന്ധിയായിട്ടുള്ള സകലമാന മനുഷ്യന്മാരും കേരളത്തിലെ പൊളിറ്റിക്സിനെ ഉറ്റുനോക്കുന്ന, ഏതെങ്കിലും നിലയ്ക്ക് രാഷ്ട്രീയത്തോട് അല്പമെങ്കിലും അഭിരുചിയുള്ള താല്പര്യമുള്ള സകല മനുഷ്യരും ഇന്ന് TV സ്ക്രീനിന് മുമ്പിൽ നിന്ന് ഈ കാഴ്ച കാണുകയാണ്. ഈ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാന കാര്യം ആൾക്കാർ ചോദിക്കുന്നത്, ഈ ഗവൺമെന്റിനെ ജനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഗവൺമെന്റിനെ നമ്മൾ സർക്കാർ അവകാശപ്പെടുന്നത് പോലെയാണോ, പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെയാണോ, രാജീവ് ചന്ദ്രശേഖർ അപ്പക്കടം പൊളിറ്റിക്സ് ആൻഡ് വികസിത് കേരളം എന്ന് പറയുന്ന പോലെയാണോ? എന്താണ് ജനം മനസ്സിലാക്കിയിട്ടുള്ള സംഗതി? ആരെയാണ് ജനം വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളത്? ഏതൊക്കെ നിലയ്ക്കുള്ള ഘടകങ്ങൾ പ്രവർത്തിച്ചു എന്നറിയാൻ കഴിയുന്ന ആധികാരികമായ കണക്കുകളുടെ ഒരു ചിത്രം ഇതാ പ്രത്യക്ഷപ്പെടാൻ പോവാണ്.